Hi all, welcome to Competitive Cracker. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ SSC എക്സാംസിലെ മാത്സിൽ വരുമ്പോൾ ഉള്ള ഒരു ടോപ്പിക്കാണ് ബോർഡ് മാസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ. SSC എക്സാംസ് എന്നല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും മാത്സ് ഉണ്ടോ ഈ ബോർഡ് മാസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ ബേസിക്സ് തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ എപ്പോഴും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം കയറി നോക്കാതെ അതിന്റെ ബേസിക്സ് തറവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലരും സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് പോലുള്ള പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ബാങ്ക് എക്സാം ആയിക്കോട്ടെ, അതുപോലെ SSC RRB എക്സാംസ് ആയിക്കോട്ടെ, ആ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലർക്കും ഒരു അപ്ലൈ ചെയ്യാനൊരു മടി എന്താ അറിയോ, മാത്സിൽ നോക്കുമ്പോൾ അവർക്ക് ബേസിക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ആദ്യം എടുത്ത് സോൾവ് ചെയ്യേണ്ടത്. അതിന്റെ ബേസിക്സ് എന്താണോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം വേണം അതിന്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളും പഠിക്കാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും ബോർഡ് മാസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിന്റെ ബേസിക്സ് തൊട്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ ബിഗിനേഴ്സിന് അവർക്ക് ആ ഒരു പേടി മാറ്റാനായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ബോർഡ് മാസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഫുൾ ആയിട്ട് പഠിക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് CC ലേണിംഗ് ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, ക്വിസ്, കറണ്ട് അഫയേഴ്സ്, PDF എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ എന്താണ് ബോർഡ് മാസ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയും, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട്, എന്താണ്, റോഡിൽ വണ്ടികൾ പോകുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാഫിക് സിഗ്നൽ ഉള്ളത് അല്ലെ. അതുപോലെ തന്നെ മാത്സിൽ അറ്റ് എ ടൈം കുറെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു റൂള് നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് ബോർഡ് മാസ് എന്ന് എപ്പോഴും കമ്പയർ ചെയ്ത് പറയാറുണ്ട്. സോ എന്താണ് ബോർഡ് മാസ്? ബോർഡ് മാസിലെ ഓരോ ആൽഫബറ്റും എന്താണ് സൂചിപ്പിക്കുന്നത്? B എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്സ് ആണ്, O ഓർഡർ ആണ്, D ഡിവിഷൻ ആണ്, M മൾട്ടിപ്ലിക്കേഷൻ ആണ്, A അഡീഷൻ ആണ്, S എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആണ്. അപ്പോ പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് ബ്രാക്കറ്റ് ഓഫ് എന്നാണ്. ഓഫ് എന്നാ പഠിച്ചു വെച്ചിരിക്കുന്നത്, പക്ഷെ ഓഫ് അല്ല, ഓർഡർ ആണ് വരുന്നത്. അപ്പം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. ഓർഡർ എന്ന് പറയുമ്പോൾ, ബ്രാക്കറ്റിലേക്ക് ഞാൻ വരാം, ഓർഡർ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്താ പറയുക, സ്ക്വയറും റൂട്ടൊക്കെയാണ്. സ്ക്വയർ, റൂട്ടൊക്കെയാണ് ഓർഡറിൽ വരുന്നത്. പലരും ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചു വയ്ക്കുക. കറക്റ്റ് പറയുന്നത് ഓർഡർ ആണ് കേട്ടോ. നെക്സ്റ്റ് ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കേളി ബ്രാക്കറ്റ് അറിയാം അല്ലേ. പിന്നെ ഇത് സിമ്പിൾ ബ്രാക്കറ്റ്, ദെൻ കേളി ബ്രാക്കറ്റ്, പിന്നെ എന്താ അറിയാം, സ്ക്വയർ ബ്രാക്കറ്റ് അറിയാം അല്ലേ. എപ്പോഴും നമ്മൾ കുറേ ബ്രാക്കറ്റ്സ് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ആയിരിക്കണം ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ലൈൻ ബ്രാക്കറ്റ്. ലൈൻ ബ്രാക്കറ്റ് എന്താ അറിയോ, ഇപ്പൊ 2 + 3 - 2 ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തേക്കുക. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് എ ലൈൻ ബ്രാക്കറ്റ്. അപ്പൊ അവിടെ ദാറ്റ് മീൻസ് 3 - 2 എന്നുള്ള ഓപ്പറേഷൻ ആയിരിക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും, 2 + 3 - 2 1 ആണ്. സോ 2 + 1 3 ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഏറ്റവും ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ആയിരിക്കണം ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ ലൈൻ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതാദ്യം സോൾവ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ലൈൻ ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈൻ ബ്രാക്കറ്റ് നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ദെൻ സിമ്പിൾ ബ്രാക്കറ്റ്, ദെൻ തേർഡ് വരുന്നതാണ് കേളി ബ്രാക്കറ്റ്, ദെൻ ലാസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് എന്നുള്ള ഓർഡറിലാണ് നമ്മൾ പോവേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്തു നോക്കാം. 6/12 × 8/16. അപ്പൊ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയൂ, ഏതായിരിക്കണം ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ബ്രാക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെന്താണ്, അഡീഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഫസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ 6/12 × 8/16. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡിവിഷൻ മാറ്റിയിട്ട് അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുവാണ്. അപ്പൊ അതിനെ ഇൻറ്റു ആക്കി കഴിഞ്ഞ് ഇപ്പുറത്തുള്ളത് നേരെ തിരിഞ്ഞു വരും. 8/24 എന്നുള്ളത് 24/8 ആവും, പ്ലസ് 5/4. ഇനി എന്താണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യണം. എങ്ങനെ ചെയ്യാം, 8 ഉം 8 കട്ട് ചെയ്യാം. പിന്നെ ഏത് കട്ട് ചെയ്യാം, 6 ഉം 12 കൂടെ കട്ട് ചെയ്താൽ 2 വരും. 16നെ 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2, 24നെ 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4, 2 × 2 4, ഈ 4 കട്ടാവും. 1 + 5/4 എന്ന് വന്നു. വാട്ട് ഈസ് 1 + 5/4? 9/4 അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ 4 + 5 9 ഹോൾ ഡിവൈഡഡ് ബൈ 4. സോ ആൻസർ എന്ത് വന്നു,
ഇപ്പൊ ബോഡ് മാസ് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കുള്ളത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ആണ്. സോ ഫസ്റ്റ് നമുക്ക് ഞാൻ നോർമലി ചെയ്യുന്നത് ഈ ഡിവിഷൻ മാറ്റിയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. നമ്മുടെ ഓർഡർ വെച്ചിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഡിവിഷനാണ് വരുന്നത് അല്ലേ. സോ 6/12 ഇൻറ്റു 8/16, ഈ ഡിവിഷൻ മാറ്റിയിട്ട് ഇൻറ്റു ആയി കഴിഞ്ഞാൽ ഇത് നേരെ തിരിഞ്ഞു വരും, 24/8 എന്നാവും, പ്ലസ് 5/4. ഇപ്പൊ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ, ബോഡ് മാസ് എം, മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പൊ ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം 6/12 എന്താണ്, 1/2 ആണ്. 8/16 എന്താണ്, 1/2 ആണ്. 24/8 എന്താണ്, 3 ആണ്. അപ്പൊ എന്ത് വന്നു, 3/4 എന്ന് വന്നു. 3/4 പ്ലസ് 5/4. 5 plus 3 is 8. 8/4 എന്ത് വന്നു, 2 എന്ന് വന്നു. സോ ആൻസർ ഈസ് 2. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ നോക്ക്, ഇവിടെ എന്തുണ്ട്, ലൈൻ ബ്രാക്കറ്റ് ഉണ്ട്. 12 minus 5 into 6 plus ഇവിടെ രണ്ട് കേളി ബ്രാക്കറ്റും ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട്. അപ്പൊ ഏറ്റവും ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ഫസ്റ്റ് സോൾവ് ചെയ്യുന്നു പറഞ്ഞു. അതിൽ 8 - 2 നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. 8 - 2 ഫസ്റ്റ് ചെയ്യണം. എത്ര വരും, 6. ഇവിടെ 3 + 6 ഉണ്ട്, എന്ത് വരും, 9. അപ്പൊ നമ്മൾ ഓരോന്ന് ഇങ്ങനെ എഴുതാൻ നിൽക്കരുത്. അപ്പൊ എന്ത് ചെയ്യാ, 8 - 2 6, 6 + 3 9, then 6 + 9 എന്ത് വരും, 15. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 12 - 5 7 ആണ്. 7 × 15, 7 × 15 എന്ത് വരും, 105 എന്ന് വരും. സോ ആൻസർ എന്താണ്, 105. ഓക്കെ, നമ്മളെല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, അങ്ങനെ ചെയ്ത് പഠിക്കരുത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ അധികം ടൈം വേസ്റ്റ് ആവും. ദെൻ ഇവിടെ നമ്മൾ ഏതായിരിക്കും ഫസ്റ്റ് സോൾവ് ചെയ്യുക. ഇവിടെ ഇപ്പം അവിടെയും ഒരു കേളി ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെയും ഒരു കേളി ബ്രാക്കറ്റ് ഉണ്ട്. ഇതിന്റെ അകത്ത് ഇവിടെ ഈ പോർഷൻ ഇത് സോൾവ് ചെയ്യണം, ഇത് ഒരുമിച്ച് ചെയ്യാം. ഇവിടെ എന്ത് വരും, 1 + 6 7 പ്ലസ് ഇതിന്റെ അകത്ത് 14/7/2 എന്ത് വരും, 14/7/2 കട്ട് ചെയ്തു 1 എന്ന് വരും, 1. ഇത് ഇവിടെ 1 എന്ന് വരും. ദെൻ ഇപ്പുറത്തെ കേളി ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് വരും, ഇത് സോൾവ് ചെയ്യുക, ഒരുമിച്ചെടുക്കുക. 5 × 4 20, 20 + 2 is 22. 22 × 2 divided by √16 എന്താണ്, 4. ഓക്കെ, 7 + 1 8 പ്ലസ് ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്താൽ 2, ഇതും കട്ട് ചെയ്താൽ 11. 8 + 11 എന്ത് വന്നു, 19. സോ ആൻസർ എന്ത് കിട്ടി, 19 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 7/7/7. 7 എത്ര തവണ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 5 തവണ 7 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം 7/7 എന്ന് പറയുമ്പോൾ 1 ആണ്. ഇവിടെ നമ്മൾ ഫുൾ അങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. 7/7 1 ആണ്. 1/3 7 ആണ്. 1/3 7. 7ന്റെ ക്യൂബ് എന്താ, 343. സോ 1 divided by 343 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നമ്മൾ ക്യൂബും സ്ക്വയറും ഒക്കെ കാണാതെ പഠിക്കുന്ന കാര്യം. 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബും 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ 3 ആണ്. അപ്പൊ ഫസ്റ്റ് എന്താണ്, 3/3 1 ആവും. പിന്നെ എത്ര എണ്ണം ഉണ്ട്, 4 3 ഉണ്ട്. 3 × 3 × 3 × 3 4 3 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, 4 3 മൾട്ടിപ്ലൈ 3 × 3 9, 9 × 3 27, 27 × 3 81. അപ്പൊ എന്ത് കിട്ടും ആൻസർ, 1 divided by 81 എന്ന് കിട്ടും. 1/81 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിവിഷനും വന്നിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരുമിച്ച് വരുമ്പോൾ ഏതായിരിക്കും ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ റൂള് പ്രകാരം ബോഡ് മാസ് പ്രകാരം ഡിവിഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ഡിവിഷൻ. ഇപ്പൊ 3 divided by 3 1, 1/3 into 3/3 1. ആൻസർ എന്ത് വരും, 1/3 തന്നെ വരും. 1/3 എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ട്. നമ്മുടെ റൂള് പ്രകാരം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, 27 into 3/9 എന്ത് വരും, 1/3 into 9 into 3/3 എന്ത് വരും, 1. 1/27, 1/27 by 9. പിന്നെ into 27/9 is 3 into 27/27 is 1/3. ഓക്കെ,
ഇനി ഈ 9 കട്ടാവും, 27 കട്ടാവും, 3 കട്ടാവും. ബാക്കി എന്തുണ്ട്? 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വന്നു. 1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അടുത്ത ചോദ്യം 5/6 ഡിവൈഡഡ് ബൈ 2/3. ഇവിടെ എങ്ങനെ നമുക്ക് ചെയ്യാം? നമ്മൾ 5/6 ഡിവൈഡഡ് ബൈ 2/3 അതിനെ ഇൻറ്റു ആക്കിയാൽ മതി. ഇൻറ്റു ഇത് നേരെ തിരിച്ചു വരും 3/2. 3ഉം 6ഉം കട്ട് ചെയ്താൽ 2, 5/4. 5/4. നെക്സ്റ്റ് ഇവിടെയും ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ഉണ്ട്. ഏതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്? നമുക്ക് ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ 5/6 ബൈ 5/6 സെയിം നമ്പർ ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് 3/2 ബൈ 2/3 നേരെ തിരിഞ്ഞു വരും. ഇൻറ്റു ആക്കിയാൽ 3/2 എന്ന് വരും. അപ്പോൾ 1 പ്ലസ് 9/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 പ്ലസ് 4 ഈസ് 13 ഡിവൈഡഡ് ബൈ 4, 13/4 എന്ന് വന്നു. ഓക്കെ, അടുത്ത ചോദ്യം 9/11. ഇവിടെ എന്തൊക്കെയുണ്ട്? ഡിവിഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്. അപ്പൊ ഡിവിഷൻ ആദ്യം ചെയ്യാം. 9/11 ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കി 2/3 പ്ലസ് 11/52 ഇൻറ്റു ആക്കി 13/2. അപ്പോൾ 3ഉം 9ഉം കട്ട് ചെയ്താൽ 3, 13ഉം 52ഉം കൂടെ കട്ട് ചെയ്താൽ 4. ഇപ്പൊ എന്ത് വന്നു? 6/11 പ്ലസ് 11/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 8 48 പ്ലസ് 11 × 11 121 ഡിവൈഡഡ് ബൈ 11 × 8 ഈസ് 88. ഇപ്പൊ എന്ത് വന്നു? 169/88. കട്ട് ചെയ്ത് കളയൊന്നുമില്ല. സോ ആൻസർ ഈസ് 169/88. 5 ഇവിടെ എന്താണ്? ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഡിവിഷൻ ഒക്കെ മാറ്റി നമുക്ക് ഇൻറ്റു ആക്കാം. 5/6 ഇൻറ്റു 2/3 ഇൻറ്റു 3/2 ഇൻറ്റു 6/5. ഇൻറ്റു ആക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഫ്രാക്ഷൻ നേരെ തിരിഞ്ഞു വരും. ഓക്കെ, അപ്പൊ 3 കട്ടാവും, 2 കട്ടാവും, 5 കട്ടാവും, 6 കട്ടാവും. സോ ആൻസർ ഈസ് 1. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയും ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യാം? നമുക്ക് എപ്പോഴും ഡിവിഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഫ്രാക്ഷനെ തിരിച്ചെഴുതാം. 5/6 ഇൻറ്റു 5/6 ഇൻറ്റു 3/2 ഇൻറ്റു 36/25 ഇൻറ്റു 9/7 ഇൻറ്റു 15/7. ഓക്കെ, ഇവിടെ നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റും? 6ഉം 36ഉം കട്ട് ചെയ്താൽ 6 വരും. ദെൻ നമുക്ക് ഏത് കട്ട് ചെയ്യാം? 5ഉം 25ഉം കൂടെ കട്ട് ചെയ്താൽ 5, 5ഉം 15ഉം കൂടെ കട്ട് ചെയ്താൽ 3. ഇനി കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇനി കട്ട് ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ 3 × 6 × 9 × 3 3 × 6 × 9 × 3 divided by 2 × 7 × 7. 3 × 6 is 18. 18 × 27. 27 × 18 എന്ത് വരും? 270. 216. 486 divided by 49 × 2 is 98. ഇവിടെ നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാം. 2 വെച്ചിട്ട് കട്ട് ചെയ്യായിരുന്നു അല്ലേ? ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാം. 49, 243. 243 by 49. അടുത്ത ചോദ്യം 25/9 divided by 10/27 of 3/8. അപ്പൊ ഈ ഓഫ് ആദ്യം ചെയ്യാം നമുക്ക്. 10/27 of 3/8 ഇതാദ്യം ചെയ്യാം. 10/27 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെയാണ്. ഇൻറ്റു 3/8. ഇവിടെ നമുക്ക് ആ സമയത്ത് തന്നെ ഇതിങ്ങനെ നിൽക്കട്ടെ. ഇത് നമുക്ക് ആദ്യം ചെയ്യാം. ഇപ്പൊ എന്ത് വരും? ഇവിടെ നമുക്ക് 3 ഇതും കൂടെ കട്ട് ചെയ്യാം. 9, 4, 5, 5/36. 5/36. അപ്പൊ 25/9 ഡിവൈഡഡ് ബൈ 5/36 എന്ന് വെച്ചാൽ 25/9 ഇൻറ്റു 36/5. ഇതും കട്ട് ചെയ്താൽ 4, ഇതും കട്ട് ചെയ്താൽ 5. 5 × 4 ഈസ് 20. സോ ആൻസർ എന്ത് വന്നു? 20 എന്ന് വന്നു. സോ ആൻസർ 20 ആണ്. അടുത്ത ചോദ്യം 25/9. ഇവിടെ എന്താണ്? ബ്രാക്കറ്റ്സും ഓഫും എല്ലാം കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ സോൾവ് ചെയ്യാം? ഏറ്റവും ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ഫസ്റ്റ് സോൾവ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഏറ്റവും ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ഇതാണ്. 5/7 ഇൻറ്റു 28/25. ഇതും കട്ട് ചെയ്താൽ 4, ഇതും കട്ട് ചെയ്താൽ 5. 4/5. ഇനി ഓഫ് ഇത്രയും ഓഫാണ്, അത് ചെയ്യാം.
10/27 ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 3/8 ഇൻറ്റു 4/5. അപ്പോൾ 3 ഇതും കട്ട് ചെയ്താൽ 9, 4 ഇതും കൂടെ കട്ട് ചെയ്താൽ 2, 2 × 5 10ഉം 10ഉം കട്ടാവും. ആൻസർ എന്ത് വന്നു? 1/9. ഓക്കെ, അപ്പോൾ 25/9 divided by 1/9, that is into 9/1. 9 9 കട്ടാവും. സോ ആൻസർ എന്താണ്? 25. ഓക്കെ, ഇതിങ്ങനെ എന്താണ് കുറേ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് ദിസ്. സിംപ്ലിഫൈഡ് വാല്യൂ കാണാനാണ്. ഇപ്പോൾ 24 minus 3 × 15 is 45 minus 3 × 17 is 51 minus 3. 24 minus 45 is minus 21. Minus 21 minus 51 is minus 72. Minus 3 is minus 75. Option B. അടുത്ത ചോദ്യം ഇവിടെ എങ്ങനെ കാണാം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് 11 മൈനസ്. അപ്പോൾ ഏറ്റവും ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ഫസ്റ്റ് സോൾവ് ചെയ്യാം. അപ്പോൾ 3 + 4 ആണ് ഏറ്റവും ഇന്നർമോസ്റ്റ്. 3 + 4 എന്താണ്? 7 ആണ്. പിന്നെ ഓഫ് ചെയ്യാം. 7 of 8 എന്ന് പറയുമ്പോൾ 7 × 8 ആണ് 56. അപ്പോൾ 11 minus 56 minus 4 minus 8. 11 ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 11 minus 56 minus 4 minus 8 is minus 12. 11 minus 12 എന്താണ്? -1. -1 minus 56 is minus 57. That is option D. Okay. Then ഇവിടെയും ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് നമുക്ക് ഫസ്റ്റ് സോൾവ് ചെയ്യാം. ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ഏതാ വരുന്നത്? 24 minus 36/3. 24 minus 36, അവിടെ ഡിവിഷൻ ഫസ്റ്റ് ചെയ്യുക. 36/3 അതെന്ത് വരും? 12. ഓക്കെ, 24 minus 12 is 12. ഇതിന്റെ ആൻസർ എന്ത് വന്നു? 12. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കേളി ബ്രാക്കറ്റ് ആണ് അടുത്തത് വരുന്നത്, അത് സോൾവ് ചെയ്യാം. കേളി ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് വന്നു? 90 divided by 5 into 12 divided by 3. 90 ഇവിടെ എങ്ങനെ എഴുതാം? 90/5 into 12/3. അപ്പോൾ 5 into 3 15. 15 into 6 90. ഓക്കെ, 6 into 12 എന്ത് വന്നു? 72. അപ്പോൾ കേളി ബ്രാക്കറ്റിന്റെ ആൻസർ നമുക്ക് എന്ത് വന്നു? 72. അപ്പോൾ 76 സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് എന്താ ഉള്ളത്? 76 minus 72. ആൻസർ ഈസ് ഓപ്ഷൻ എ 4 എന്ന് കിട്ടി. അടുത്തത് ഇത് കുറച്ച് നമുക്ക് വലിയതായിട്ടാണ്, പക്ഷെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ് വന്നിട്ടുള്ളത്? 5/6 of 1/3 എന്ത് വരും? 5/6 of 1/3 എന്ന് പറയുമ്പോൾ 5/6 into 1/3. ഓക്കെ, 5/6 into 1/3 into 12/25 minus 1/3 of 5/6 എന്ന് പറയുമ്പോൾ 1/3 into 5/6 into 18/25 whole divided by 25/12 into 1/6 into 2/5 plus 3/8 into 12/25 into 5/6. 5ഉം 25ഉം കട്ട് ചെയ്താൽ 5, 6ഉം 12ഉം കട്ട് ചെയ്താൽ 2. ഇപ്പം എന്ത് വന്നു? 2/15 മൈനസ് 3 into 6 18, 18 കട്ടാവും, 5 കട്ടാവും, 1/5 ഹോൾ ഡിവൈഡഡ് ബൈ ഇതും കട്ട് ചെയ്താൽ 5, 2ഉം 6ഉം കട്ട് ചെയ്താൽ 3, 5/36 പ്ലസ് 3ഉം 6ഉം കട്ട് ചെയ്താൽ 2, 2ഉം 12ഉം കട്ട് ചെയ്താൽ 6, 5ഉം 25ഉം കട്ട് ചെയ്താൽ 5, 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4, 3/20. ഓക്കെ, ഇനി ഇവിടെ ഞാൻ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ 2 - 3 -1/15 ന്യൂമറേറ്ററിൽ വന്നു. താഴെയോ 5/36 plus 3/20. 5 into 20 is 100. 36 into 3 is 108. അപ്പൊ 208 divided by 720. ഓക്കെ, അപ്പൊ എന്ത് വന്നു? -1/15 into 720 divided by 208. 4 വെച്ചിട്ട് കട്ട് ചെയ്യാം, അപ്പോൾ 52. ഇവിടെ 1 into 4 4, 180. അഗെയിൻ 4 വെച്ചിട്ട് കട്ട് ചെയ്യാം, അപ്പോൾ 13.
45. 15 45 കട്ട് ചെയ്താൽ 3 മൈനസ് 3 ഡിവൈഡഡ് ബൈ 13. ആൻസർ ഓപ്ഷൻ ഡി. കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് വരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കാൽക്കുലേഷൻ വരും എന്നറിയാം, പക്ഷെ നമുക്ക് ആൻസർ എന്തായാലും കണ്ടുപിടിക്കാനും പറ്റും. ബാക്കി ക്വസ്റ്റ്യൻസ് ഇതിനേക്കാളും ഈസിലി ആൻസർ കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ അതെല്ലാം സോൾവ് ചെയ്തിട്ട് ഇത് ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കാം. ഓക്കെ, പിന്നെ അതുമല്ല നമ്മൾ റഷ് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തെറ്റിപ്പോവാനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ 8നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 4 into 2 is 8, റിമൈൻഡർ 0. ഇവിടെ 8 എന്താണ്? 8 is dividend. 2 divisor. 4 is quotient. And 0 is remainder. ഇപ്പൊ ഇവിടെ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 is equal to 4 into 2 plus 0. അതായത് ഡിവൈഡൻഡ് ഈക്വൽ ടു ഡിവിഡൻഡ് ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 1 and 2/5 ഇത് ഉദ്ദേശിക്കുന്നത് 1 and 2/5 പ്ലസ് 2.6 മൈനസ് 1 and 3/4 എന്നാണ്. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. 9 divided by 2. 4 into 2 8, റിമൈൻഡർ 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇപ്പൊ 2 into 4 പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം. അല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 പ്ലസ് റിമൈൻഡർ 1 ഡിവൈഡഡ് ബൈ ഡിവൈസർ 2. ദാറ്റ് ഈസ് 4 plus 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 and 1/2 എന്നാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. 1 and 2/5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 plus 2/5 ആണെന്ന്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 1 into 5 5 5 plus 2 7 7/5 പ്ലസ് 2.6. 2.6നെ എങ്ങനെ എഴുതാം? 2.6നെ ഇവിടെ നമുക്ക് വാല്യൂ തന്നേക്കുന്നത് നോക്കാം. ഫുൾ ഡെസിമലിലാണ്. ഫ്രാക്ഷനിലാണെങ്കിൽ ആ രീതിയിൽ ഫുൾ ഫ്രാക്ഷനിലാക്കിയിട്ട് ചെയ്യാം. ഡെസിമൽ ആയതുകൊണ്ട് നമുക്ക് ഡെസിമലിലേക്ക് ചെയ്യാം. 7/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 5 is 5, റിമൈൻഡർ 2 20 എന്ന് വരും. 4 into 5 is 20. നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കരുത്, ഡയറക്റ്റ് ആൻസർ എഴുതാം. പ്ലസ് 2.6 മൈനസ് 1 and 3/4. 4 plus 3 is 7, 7/4. 1 into 4 is 4, 30. 7 into 4 is 28, 20. 5 into 4 is 20. അതെല്ലാം നമ്മൾ മൈൻഡ് ചെയ്യുക, സോ ദാറ്റ് നമുക്ക് ഡയറക്റ്റ് വേഗം ആൻസർ കിട്ടും. 1.4 പ്ലസ് 2.6 എന്ത് വരും? 4. 4 മൈനസ് 1.75. അതായത് 4ന്ന് 1.25 കുറയ്ക്കുന്നു. 4ന്ന് 1 പോയാൽ എന്താണ്? 3 ആണ്. 3ന്ന് 3/4 പോയാൽ 2.25. 2.25 ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പെർസെൻറ്റേജ് ഫ്രാക്ഷനെ എങ്ങനെ നമുക്ക് പെർസെൻറ്റേജിൽ പറയുമ്പോൾ നമ്മൾ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.25 ആണ്. ദാറ്റ് ഈസ് 25% ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ദാറ്റ് ഈസ് 50% ആണ്. ഓക്കെ, 1/3 33.33% ആണ്. ദെൻ 1/4 0.25 25% ആണ്. 1/5 20% ആണ്, 0.2. Then 1/6 16.66%. 1/7 14.29%. 1/8 12.5%. Then അപ്പോൾ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്കും, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബേസിക് ആണ്. അതിനെ ബേസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ 1/9 11.11%. 1/10 10%. Then 1/11 9.09%. 1/12 എന്ത് വരും? 1/6 16.66 ആണ്. അപ്പൊ അതിന്റെ പകുതി 8.33%. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ
ഫ്രാക്ഷനിൽ എങ്ങനെ പെർസെൻറ്റേജ് ആക്കാം എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം ഇവാലുവേറ്റ്. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ഫസ്റ്റ് സോൾവ് ചെയ്യാം. സോ വാട്ട് ഈസ് ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ്? ദിസ് വൺ 3/4 minus 1/4. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്ററിൽ 3 minus 1 is 2. 2/4 എന്താണ്? 1/2. 1/2 into 1/2 എന്ത് വരും? 1/4. അപ്പൊ എന്ത് വന്നു? 1/3 minus 1/4. ഇത് എന്തിന്റെ അകത്താണ്? കേളി ബ്രാക്കറ്റിന്റെ അകത്ത്. 4 minus 3 1/12. കേളി ബ്രാക്കറ്റിന്റെ അകത്ത് വന്നു 1/12. ഇനി സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് വരും? 5/6 ഡിവൈഡഡ് ബൈ 1/12 ആണ്. ഇൻറ്റു ആക്കി കഴിഞ്ഞാൽ 12/1. ഓക്കെ, 6 and 12 കട്ട് ചെയ്താൽ 2. 5 into 2 is 10. അപ്പൊ 7 and 1/4 minus 10. 7 and 1/4 എന്താണ്? 7 into 4 28 plus 1 29/4 minus 10/1. എന്ത് വരും? 29 minus 40. 29 minus 40 is minus 11/4. Minus 11/4 എന്താണ്? 11/4 എന്താണ്? 2 into 4 8, റിമൈൻഡർ 3 ആണ്. അപ്പൊ 2 3/4 minus 2 3/4. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് 12 minus 7 and 3/5. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 12 minus 7 and 3/5. 12 minus 7 into 5 is 35 plus 3 is 38/5. 12 into 5 is 60 minus 38/5. 60 minus 38 എന്താണ്? 22 divided by 5. Very simple, right? Okay. Next question. Find the value of the following expression. അപ്പോൾ A2 innermost bracket ഫസ്റ്റ് സോൾവ് ചെയ്യാം. ഓക്കെ, ഇന്നർമോസ്റ്റ് എന്താണ്? ദിസ് വൺ. 5 and 1/2 എന്താണ്? 11/2 മൈനസ് 3 and 1/3 എന്താണ്? 10/3. അതങ്ങ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. എന്താണ്? 3 into 11 33 minus 20 is 13/6. 13/6. 13/6 of 15/13 എന്ന് വരുമ്പോൾ എന്ത് വരും? 13/6 into 15/13. ഇതും കട്ടാവും. 2 into 3 6. 5 into 3 15. 5/2. 5/2. ഓക്കെ, ദെൻ പിന്നെന്താ വരിക? 15/13 വരെ നമ്മൾ ചെയ്തു. ദാറ്റ് ഈസ് 5/2 പ്ലസ് 1 minus 2 into 3. 5/6 എന്താണ്? 3 into 6 is 18. 18 plus 5 is 23. 23/6 divided by 2. 2/3 എന്താണ്? 2 into 3 6. 6 plus 2 8. 8/3 ആണ്. സോ ഡിവൈഡഡ് ബൈ മാറ്റി നമുക്ക് ഇൻറ്റു ആക്കാം. ഇൻറ്റു 3/8. ഓക്കെ, അപ്പൊ 3യും 6ഉം കട്ടാവും. 2ഉം 2ഉം കട്ടാവും. 23/8. 5/2 plus 1 minus 23/8. അപ്പൊ ഇവിടെ നമുക്കൊരു ഇൻറ്റു 4 ചെയ്യാം. അപ്പൊ എന്ത് വരും? 20/8 minus 23/8 plus 1 minus 3/8 plus 1. Cross multiply the 8 minus 3 is 5. 5 divided by 8. Option A. Next, evaluate ചെയ്യാനുള്ള ചോദ്യമാണ്. ഓക്കെ, 5/2 plus 1 divided by 1 plus 5/7 12/7. അത് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരും? 7/12 minus 3/2. ഇതും നമുക്ക് ഒരുമിച്ച് എടുക്കാം. 5 minus 3 is 2. 2/2 is 1. 1 plus 7/2. 12 plus 7 is 19. 19/12. ഓപ്ഷൻ സി. ദെൻ സിംപ്ലിഫൈ ചെയ്യാനുള്ളതാണ്. 1.5 plus 3/4. ഇവിടെ നോക്ക് ഫുൾ ഡെസിമലാണ്. അപ്പൊ നമ്മൾ ആൻസറും ഡെസിമലിൽ തന്നെ കണ്ടുപിടിക്കുക. 3/4 എന്താണ്? 0.75. അതായത് 1.5 മുക്കാലും 1.5 അരയും 2 2ഉം കാലും 2.25. ദാറ്റ് ഈസ് 2.25. ഓക്കെ, ഡിവൈഡഡ് ബൈ 2.25 മൈനസ് 0.5. 2.25 അര പോയി കഴിഞ്ഞാൽ 2.25 കാല് പോയി കഴിഞ്ഞാൽ 2. 2 കാല് പോയി കഴിഞ്ഞാൽ 1.25. ദാറ്റ് ഈസ് 1.75 പ്ലസ് 0.6. ഓക്കെ, 2.25 ഡിവൈഡഡ് ബൈ 1.75. അതെങ്ങനെ ചെയ്യാം? 2.25 ഡിവൈഡഡ് ബൈ 1.75. ഇത് താഴെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 2 പ്ലേസ് മാറ്റിയിട്ടാണ് പോയിന്റ്, ഇവിടെ 2 പ്ലേസ് മാറ്റിയിട്ടാണ് പോയിന്റ്. സോ നോ ഇഷ്യൂ, നമുക്ക് ആ നമ്പർ അങ്ങനെ തന്നെ എഴുതാം. 25 വെച്ച് ഡിവൈഡ് ചെയ്താൽ 9. ഇവിടെ എന്ത് വരും? 7. സോ 9/7 പ്ലസ് 0.6 എന്ന് വന്നു. 9/7 എന്താണ്? 1 into 7 7. 2 20.
2 into 7 14 60. 60ൽ 7 എത്ര ടൈംസ് ഉണ്ട്? 8 ടൈംസ് ഉണ്ട്. 1.28 അത്രയും മതി. 0.6 എന്ത് വരും? 1.88. 1.88 വെച്ചിട്ടുള്ളത് ഓപ്ഷൻ എ. സോ യു ക്യാൻ ചൂസ് ഓപ്ഷൻ എ. Then what is the value of the following? അപ്പോൾ എന്താണ്? ഡിവിഷൻ ആദ്യം ചെയ്യാം. 9 into 9 81 plus 9 by 9 1 minus 81 plus 9 plus 81 minus 9 minus 81. So 81 minus 81 ഇതും കട്ടാവും. 9 minus 9 ബാക്കി എന്തുണ്ട്? 1. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് സിംപ്ലിഫൈ ചെയ്യാനുള്ളതാണ്. 0.82 ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് 2.4 by 1.2 രണ്ടിടത്ത് ഒരു പ്ലേസ് മാറ്റിയിട്ടാണ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഡയറക്ട്ലി 24 by 12 ചെയ്യാം. എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 2. അപ്പൊ 0.5 പ്ലസ് 0.2 ഇൻറ്റു 4.8 ഡിവൈഡഡ് ബൈ 2 മൈനസ് 0.90 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 4.8 ഇവിടെ എന്ത് വരും? 2.4. ഇവിടെ എന്ത് വരും? 0.45. 0.45. 0.5 പ്ലസ് ഇവിടെ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 24 into 2 48 കിട്ടും. ഇവിടെ ഒരു പ്ലേസ്, ഇവിടെ ഒരു പ്ലേസ്. സോ 2 പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് കൊടുത്തു. 0.48 മൈനസ് 0.45. സോ 0.5 പ്ലസ് 0.48 എന്ത് വരും? 0.98 മൈനസ് 0.45 എന്ത് വരും? 0.53. ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് പോർഷനും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ SSC CGL പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ യു ക്യാൻ ജോയിൻ SSC CGL മാസ്റ്റർ ബാച്ച്. നമ്മൾ മാസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടാവും. മന്ത്ലി വീക്ക്ലി റിവിഷനും മോക്ക് ടെസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9249089284 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ SSC എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്